പാലാ നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഈ മാസം 21-ന് ചർച്ചയ്ക്കെടുക്കും. അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട് നിർണായകമാകും. ഇതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഈ പാലാ നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഈ മാസം 21-ന് ചർച്ചയ്ക്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാടും നിർണായകമാകില്ലേ? തീർച്ചയായിട്ടും അവധിക ഈ മാസം 21-നാണ് പാലാ നഗരസഭയിലെ അവിശ്വാസം LDF ആണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. 15 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കണമെന്നുള്ളതാണ് ചട്ടം. അതുപ്രകാരം ഈ മാസം 21-നാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 കോൺഗ്രസ് കൗൺസിലർമാർ നിലവിലെ UDF ഭരണസമിതിക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്നും അധികാരത്തിൽ തുടരാൻ താല്പര്യമില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയിരുന്നു. ഈ പ്രമേയം ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്ക് നൽകുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ നഗരസഭയുടെ ഭരണം പ്രതിസന്ധിയിലായതോടുകൂടിയാണ് അവിശ്വാസമുള്ള നോട്ടീസ് LDF നൽകിയത്. അതാണ് ഈ മാസം 21-ന് ചർച്ചയ്ക്കെടുക്കുക. അവന്തിക. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്.